ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഗാസ് കഫേയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 200 ഗ്രാം ചിക്കന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് വേവിച്ച് പിച്ചെടുത്തത്, 1 കപ്പ് മക്രോണി വേവിച്ചത്, 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തത്, 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചെടുത്തത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് മല്ലിയില, 3/4 ടേബിൾ സ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പ്, 2 കോഴിമുട്ട, 1/2 കപ്പ് ബ്രെഡ് ക്രംസ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിൽ ചിക്കനും പൊട്ടാറ്റോയും മക്രോണിയും വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ഈ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ച് കിട്ടുന്ന അളവിലാണ് നമ്മൾ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു അളവിലേക്ക് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 3 പൊട്ടാറ്റോ കറക്റ്റാണ്. ഇനി കയ്യിലൊരല്പം ഓയിൽ തടവിയിട്ടാണ് നമ്മളിത് റോൾ ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എല്ലാ റോൾസ് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി മുട്ടയിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഓരോ റോളും ഈ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്രെഡ് ക്രംസ് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ റോളിന് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. അതുപോലെ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഓയിലൊന്നും പിടിക്കാതെ കിട്ടും നമ്മുടെ റോൾസ്. അപ്പോൾ ഞാനിതുപോലെ എല്ലാ റോൾസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവ് വെച്ചിട്ട് നമുക്ക് ഒരു 26 റോൾസ് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള റോൾസാണ്. നിങ്ങൾക്ക് ഇതിലും ചെറിയ റോൾസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു 30-35 റോൾസൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ഒരാഴ്ച വരെ സൂക്ഷിച്ച് വെക്കാം. നമ്മളിങ്ങനെ ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം. ഒരു കടായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് റോൾസ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് റോൾസ് കിട്ടുക. പിന്നെ ഇതിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പിസൻ്റെ ഫ്ലേവർ ആയിരിക്കും ഈ റോൾസ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ റോൾസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ചൂടോട് കൂടി ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.